കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോവാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ കാത്തിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ വന്ന അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ആ ഗണേശനെ കണ്ട് തൊഴുത് അവിടുന്ന് അങ്ങനെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൊടിമരം കാണാം. അതിൻ്റെ മുന്നിൽ ഇങ്ങനെ നോക്കിയാൽ വലിയ ബലിക്കല്ല്, പിന്നെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കേശവൻ്റെ കൊമ്പുകൾ സ്വർണം കെട്ടിച്ചത് കാണാം. അതിന് നടുക്കായിട്ട് ലക്ഷ്മി ദേവീനെയും കണ്ട് വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും ആ കെടാവിളക്കും കാണാം. വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കി നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കിയിട്ട് തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ആകെ പ്രകാശമാണ് കേട്ടോ, ഭഗവാന്റെ ശ്രീലകത്ത് മുഴുവൻ പ്രകാശമാണ്. അങ്ങനെ നോക്കുമ്പോൾ കാൽത്തളകൾ കാണാണ്ട്, കാൽപാദം കാണാണ്ട്. അതുമാത്രമല്ല, ഒരു മഞ്ഞ ഊഞ്ഞാൽപ്പടി കാണാണ്ട്. ആ ഊഞ്ഞാലിൻ്റെ മുകളിൽ ഇങ്ങനെ കാലാട്ടിയിരിക്കുക കേട്ടോ, രണ്ട് കാലും തൂക്കിയിട്ട് ഇങ്ങനെ ഉണ്ണി ആട്ടിയിരിക്കുകയാണ്. അങ്ങനെ അരയിലൊരു പൊന്നോടക്കുഴലും അങ്ങനെ തിരികെ വെച്ചിട്ടുണ്ട്. വട്ടുകോണൊക്കെ ഞൊറിഞ്ഞിട്ടിട്ടുണ്ട്. അതേപോലെ വള്ളികളിങ്ങനെ പട്ടിങ്ങനെ ചുറ്റിയിട്ട് ഞാന്ന് കിടക്കുകയാണ്, കിങ്ങിണിയൊക്കെ ഇങ്ങനെ ഞാന്ന് കിടക്കുന്ന പോലെ. അപ്പോൾ നല്ല രസമായിട്ടാണ്, നല്ല പുഞ്ചിരിച്ച മുഖത്തോട് കൂടിയിട്ട്. രണ്ട് കൈ കൊണ്ടും കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, രണ്ട് കൈ കൊണ്ടും കൂടി ആ ഊഞ്ഞാൽ വള്ളി ഇങ്ങനെ മുറുക്കി പിടിച്ച് ചിരിച്ചിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളെ നോക്കിയിട്ട്, ഭക്തരെ നോക്കിയിട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഉണ്ണിയാണ്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മാങ്ങാമാല, അതേപോലെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. ആ പൊന്നിൻ്റെയൊക്കെ പാടെ ഇങ്ങനെ തിളക്കാണ് നമ്മളിലേക്ക് ഇങ്ങനെ കാണുന്നത്. നെയ്വിളക്കിൻ്റെ ശോഭയും ഇതും കൂടി ആകുമ്പോൾ ആകെ പ്രകാശമാണല്ലോ. അപ്പോൾ നല്ല രസമായിട്ടുള്ള കാഴ്ച. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ പീലിത്തിരുമുടി ഇങ്ങനെ കളഭം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. 3 പീലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ തിരുമുടിമാല, അതെങ്ങനെ വെച്ചാൽ വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും തെച്ചിയും തുളസിയായിട്ടുള്ളതും, അതേപോലത്തെ 2 മാലകൾ. പിന്നെ വലിയ ഉണ്ടമാല 2 ഉണ്ട്. അതെന്താ വെച്ചാൽ ചുവന്ന താമരയും തുളസിയും, പിന്നെ തെച്ചിയും തുളസിയും, അങ്ങനെ 2 ആ കാതിലിങ്ങനെ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണെന്നങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. നമ്മളെല്ലാവരും ഇപ്പോൾ ആ മനസ്സുകൊണ്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ പൊന്നുണ്ണിക്കണ്ണനെ, ആ ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുകയാണ്. മതി വരുവോളം തൊഴുക, എന്നിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുക. ആ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. എല്ലാവരും തൊഴുതോളൂ കേട്ടോ. അങ്ങനെ തൊഴുത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ തിടപ്പള്ളി നോക്കി തൊഴുത്, ആലിലക്കണ്ണനെ നോക്കി തൊഴുത് അങ്ങനെ വന്ന് നമ്മൾ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശനെ കണ്ട് തൊഴുക. എല്ലാവരും ഗണേശനെ പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കിയാൽ സരസ്വതി ദേവീനെ കാണാം. സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അത് കഴിഞ്ഞ് ആ മായാഭഗവതീനെയും ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെയൊക്കെ കണ്ട് തൊട്ട് തലോടിയിട്ട് ഇങ്ങനെ വന്ന് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടുവന്ന് മേൽശാന്തി അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നെ വാമനരൂപവും ഗജേന്ദ്രമോക്ഷമൊക്കെ കണ്ട് ആനന്ദശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരിക. അവിടെ വന്നിട്ട് അവിടെയും കണ്ട് തൊഴുത് ആ പാദത്തിൻ്റെ അവിടെ വന്ന് തൊഴാം. പിന്നെ നേരെ വന്ന് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ, ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണൻ എല്ലാവരെയും കണ്ട് തൊഴുത് ആ മുരുകനെയും ഒക്കെ കണ്ട് തൊഴാം. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളും. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം
ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത്, പിന്നെ കാളിയമർദ്ദന രൂപവും രാധാകൃഷ്ണൻ ഈ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ കിഴക്ക് വശത്തേക്ക് കൊടിമരം നോക്കി തൊഴാം. പിന്നെ മണിക്കിണറും നൃത്താരെയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മയും നാരദരെയും അതേപോലെ മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനം തീർത്തും വാങ്ങാം. ഇനി എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് ഇങ്ങനെ വരാം. അങ്ങനെ ഭഗവതിയുടെ അടുത്ത് വന്ന് ഭഗവതിയെ പ്രാർത്ഥിക്കാം. എല്ലാവരും നന്നായിട്ട് കണ്ട് തൊഴുതോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മളങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ഒന്ന് തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അങ്ങനെ അവിടെയും തൊഴുത് മമ്മിയൂർ പോയ പോലെയായി. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും നമുക്ക് ആ ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് കൂത്തമ്പലത്തിൽ വന്ന് തൊഴുത് നമസ്കരിക്കാം. അതേപോലെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പ്രദർശനം ചെയ്ത് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ ഗരുഡധ്വജനെയൊക്കെ കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദർശനം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. അതിനുശേഷം നമ്മൾ അന്നലക്ഷ്മി ഹാളിൻ്റെ അധികം ഇങ്ങനെ പോയാൽ നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ അവിടുന്ന് ഇങ്ങനെ പോകുന്ന ഭഗവതി നടയിലും കിഴക്കേ നടയിൽ വന്ന് ഒരിക്കൽ കൂടി ഭഗവാൻ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. എന്ത് രസമാണ്, എത്ര കണ്ടാലും മതിയാവില്ല എന്നാ. അത് കഴിഞ്ഞ് നമ്മൾ തെക്കേ വശത്തേക്ക് വന്നാൽ കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യുക. അപ്പോൾ മഹാദേവനും പാർവതി ദേവീനും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ട് തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും എനിക്കടക്കം ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.